ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിന് പൊടി വെള്ളം തിളപ്പിച്ചിട്ട് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ട് ഇടിയപ്പം റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് അല്ല കറി, ഇന്ന് കടലയാണ് കറി വയ്ക്കുന്നത്. അപ്പം ഞാൻ കടലക്കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ചിട്ടല്ല ഞാൻ ചെയ്തത്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ആണ് കറി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ കടലക്കറിയും ഇടിയപ്പവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തിയാണ് കിട്ടിയത്. ഒരു ഇടത്തരം മത്തിയായിരുന്നു, ഒരുപാട് ചെറിയ മത്തിയല്ല കേട്ടോ. പിന്നെ ഞാനത് ക്ലീനാക്കിയൊക്കെ എടുത്ത് അപ്പോൾ കല്ലുപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാമെങ്കിൽ അതിൻ്റെ ഉളുമ്പ് നാറ്റവും ഒക്കെ പെട്ടെന്ന് മാറി കിട്ടുക. കല്ലുപ്പിട്ട് തേക്കണം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുളക് കറി വെക്കാനായിട്ട് വരഞ്ഞാണ് എടുത്തത്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചതച്ചെടുത്തിട്ട് നമ്മളിത് മത്തിയിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുടംപുള്ളി ഇട്ടിട്ട് മുളക് കറിയായിട്ടാണ് വയ്ക്കുന്നത്. മത്തി തേങ്ങ അരച്ച് കറിയായിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂട്ടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുളക് കറി വെക്കാമെന്ന് കരുതിയത്. പിന്നെ തക്കാളി ഉണ്ട്. തക്കാളി തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ അരച്ചുകൂട്ടി കറി ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ കറി ഉണ്ടാക്കി എടുക്കണം. പിന്നെ ഒരു പാവയ്ക്ക് ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 മാതള ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് അത് കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനുക്കുട്ടിയും കൂടെ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് അതൊന്ന് മുറിച്ച്, ഞാൻ പറഞ്ഞത് ജ്യൂസ് അടിച്ചെടുക്കാം, പക്ഷേ അത് മുറിച്ച് 2 എണ്ണം കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് ജ്യൂസ് അടിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ആ അരച്ചുകൂട്ട് കറി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. തക്കാളി കറി അത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ റെഡിയായി. പിന്നെ ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടാൻ വെച്ചതാണ്. അപ്പോൾ നമ്മൾ മുളക് കറി വെച്ചതും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറികളെല്ലാം ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ പോയിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം എടുക്കാമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ കറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ മോൻ ഈ മത്തിയൊന്നും കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് മാങ്ങ ഇട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് മാങ്ങ ഇട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ പറ്റിച്ചും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും റോസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഞാൻ പറ്റിച്ച് വെച്ചു. ഇത് ഞാൻ കറിയാക്കി എടുത്തതാണ്, മാങ്ങ ഇട്ടിട്ട്. നല്ല ടേസ്റ്റാണ് മാങ്ങ ഇട്ട് ഇതുപോലെ കറി വയ്ക്കാനായിട്ട്. പിന്നെ ഇതിനിടക്ക് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട്, ക്ലീനിങ് ഒക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് ക്ലീനിങ് ഒക്കെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടാതിരുന്നത്. എല്ലാ ദിവസവും നമുക്ക് വീട്ടമ്മമാർക്ക് തൂക്കലും തുടക്കലും ഒക്കെ എല്ലാ ദിവസവും ഉള്ളതല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടിയാണ് കേട്ടോ, ഒന്ന് തുടച്ചൊക്കെ ഇടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ പെട്ടെന്നല്ല ഓരോ കാര്യങ്ങളുമായിട്ട് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം മോളും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം വാങ്ങിയതാണ്. അനുക്കുട്ടിക്ക് 2 ദിവസമായിട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും കൂടെ വാങ്ങിച്ചതാണ്. പിന്നെ വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് ദോശമാവിരുന്നു, ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.